അപ്പളേ ഞങ്ങള് അവസാനം ഞങ്ങള് 2 കളി അടുപ്പിച്ചാൻ ജയിച്ചേ. സൂപ്പർ ഓവറിലല്ലേ ജയിച്ചേ? അത് സൂപ്പർ ഓവർ ഞങ്ങള് വിജയം അറിയിച്ചിരുന്നേ. അവസാന ഓവറിൽ കുറച്ച് അലമ്പായതുകൊണ്ട് അത് എന്താണ്, അത് അവൻ 2 ബീമർ എറിഞ്ഞ് അയാളെ കൊണ്ട് എങ്ങനെ 3ാമത്തെ ബോൾ എറിയിച്ച? അപ്പൊ അമ്പയർ പറഞ്ഞിട്ടല്ലേ? അതന്നെ, അതൊക്കെ തന്നെ കുഴപ്പം. എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങൾ ജയിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത പോലെ നടന്നിക്കണേ. അപ്പൊ ഞങ്ങളെ രഘുവംശിനെ ഔട്ടാക്കിയത് രഘുവംശി മറ്റേ ബോളിന് ആർക്കും നോക്കിയാലും മനസ്സിലാവും സ്വാഭാവികമായിട്ട് തിരിഞ്ഞോടല്ലാണ്ട് അതൊന്നല്ല. അതിന് വേറെ വർത്താനുണ്ട്. ആ ഉള്ളിൽ കൂടെ വേറെ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു ഔട്ടാക്കിച്ചാണ്. അതൊന്നുമല്ല. എന്നിട്ട് ഷാമി 6 അടിച്ചില്ലോ ലാസ്റ്റ്. അവസാനം ഞങ്ങള് റിങ്കു സിംഗ് എവിടെയൊക്കെ ഉണ്ടോ അവിടുന്നൊക്കെ ഞങ്ങള് ജയിച്ചു. റിങ്കു സിംഗ് ബാറ്റ് ചെയ്തു, റിങ്കു സിംഗ് ക്യാച്ച് ചെയ്തു, റിങ്കു സിംഗ് എല്ലാം റിങ്കു സിംഗ് മയമായിരുന്നു. റിങ്കു സിംഗ് ആണ് KKRന്റെ 6, റിങ്കുവിന്റെ 6 പറയുമ്പോ ആൾക്കാർ പറയാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ കളി ജയിച്ചപ്പോഴും ഓന്റെ 50 ഉണ്ട് ഉണ്ടാവും. എല്ലാതെ നിങ്ങളില്ല. റിങ്കു സിംഗ് ജയിച്ച കഥ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓവറില്ല അതൊരു ത്രില്ലർ അല്ലേ? 5 ഓവറൊക്കെ ബാക്കി വെച്ച് ജയിച്ച ഞങ്ങള് സൂപ്പർ ഓവറിൽ ജയിച്ചാണ്ട് ഞങ്ങള് ഒരു എന്താണ് ഒരു ഇതുവരെ 10ാമത് ഒരു രസത്തിന് വേണ്ടിട്ടാണ് 6 അടിച്ചപ്പോ പിന്നെ ഈസിയായി. പിന്നെ നിങ്ങൾ ആരെ ഇറക്കിക്കണ്ട്? ഞങ്ങൾ ആരെ ഇറക്കിക്കണ്ട് സൂപ്പർ ഓവറില്? നിക്കോളാസ് പൂരന് 5 പൈസക്ക് ഫോം ഇല്ലാത്ത ഒരു ചെങ്ങായിനെ സിമ്പിൾ അതും പറഞ്ഞു കാണും. സൂപ്പർ ഓവർ വരാൻ നിക്കണ്ട, അത് നരേനാണ് എന്തോ. അല്ലെങ്കിൽ ഓന്റെ ഒരു അടിയും ഇവിടെ ശരിയായിട്ടില്ല IPL എന്ന് വിചാരിച്ചപ്പോ മൂപ്പര അങ്ങോട്ട് ഇത് തള്ളാനില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ ഇറക്കിയതാണ്. അപ്പൊ അത് നോക്കണ്ട, നിങ്ങൾ ജയിച്ചത് സൂപ്പർ ഓവറിലാന്നുള്ള നിങ്ങൾ മാർക്കും വേണം. നിങ്ങള് ഒരു ഒന്നുമില്ല. ബൗളിംഗ് ആരെ ചെയ്യാ കൺഫ്യൂഷൻ, ബാറ്റിംഗ് ആരെ ചെയ്യാ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഒപ്പത്തിനൊപ്പം പിടിച്ച് സൂപ്പർ ഓവർ എങ്ങനെയൊക്കെ ജയിക്കോന്ന് വിചാരിച്ചിരിക്കുക നിങ്ങള്. അതൊന്നും പറ്റിയില്ല. അത് അതിന്റെ മുമ്പത്തെ ബോള് ഷാമി മിസ്സാക്കി സിംഗിൾ ഒന്നിനെ കളി അയച്ച ഷാമി അത് വെറുതെ മിന്നിയപ്പോ കൊണ്ട് 6 ആയി. ഷാമിക്ക് തന്നെ അത്ഭുതം. ഷാമി അല്ലെങ്കിൽ 6 അടിക്കും. ഷാമിക്ക് എന്നിട്ട് ദേഷ്യാണ് ബാറ്റ് എങ്ങനെ എങ്ങനോ ബാറ്റ് ആ 6 കൊണ്ട് 6 കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ ആ ഫുൾ ടോസ് നോബോളൊക്കെ കഷ്ടപ്പെട്ട് കാണ്ട് ബാറ്റുമ്പോ കൊള്ളിച്ചു എന്ന് വിചാരിച്ച 6 ആയി. എന്നിട്ട് വന്നുകാണ്ട് ചെയ്ത ആൾക്കാർ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് 6 ബോളിൽ സിംഗിൾ എടുത്ത് കണ്ട് 6 റൺസ് എങ്കിലും തന്നൂടെ. അത് അടിച്ചാ നോക്കിയപ്പോ ഔട്ടായിട്ടില്ല, ബൗൾഡായി. എന്നാ പിന്നെ രണ്ടാമത് വന്ന് ബാറ്റ് ചെയ്യുന്ന ആൾക്ക് ഇനി ഔട്ടായ കഴിഞ്ഞ് കളി കഴിഞ്ഞു 10 ആളെ ഇറങ്ങൂലല്ലോ സൂപ്പർ ഓവറിൽ. ഔട്ടാന്നുള്ള വിചാരം അതുമില്ല. പന്ത് സിംഗിൾ പന്തല്ലേ പിന്നെ വന്ന് സിംഗിൾ ഇട്ട് കൊടുക്കല്ലേ ഇത്. അതാ പറഞ്ഞത് ഇപ്പൊ സൂപ്പർ ഓവറിലെ 10 ഓവറിലല്ലോ അടിച്ചണ്ടേ, റൺ എടുക്കണ്ടേ, ബൗണ്ടറിയിൽ കഷ്ടപ്പെട്ട് സ്വന്തം ആൾക്കാരുടെ ഒരു നേരെ കൈക്കൊക്കെ ഇട്ട് കൊടുത്തൊന്നുമല്ലോ. അത് പിടിച്ച് പോവുക, അങ്ങോട്ട് പോകും 6 ആവുന്നുണ്ടോ അതൊരു വെറൈറ്റി റിങ്കു സിംഗ് ചാടി അത്ര തന്നെ. നിങ്ങളെ പറിച്ചിട്ട് നിങ്ങളങ്ങോട്ട് 1ാം സ്ഥാനത്താണെന്ന്. ഞങ്ങളിപ്പോ 10 ആയെങ്കില് നിങ്ങൾ ഇത്രയും കാലം 10 ആയിരുന്നു. നിങ്ങൾ 8 കളിന്നാണ് 8ാം സ്ഥാനത്ത്. ആ മുമ്പ് ഇപ്പൊ 7 കളി അടുത്ത കളി ജയിച്ചോടുകൂടി അതാണ് ഈ പറഞ്ഞത്. ഇതുവരെ താഴത്തുള്ളൂ നിങ്ങള്. ഞങ്ങൾ താഴത്തുള്ള ആള് മേലേക്ക് കയറി, അതുകൊണ്ട് ഒരുപാട് മെച്ചല്ല. നിങ്ങൾ താഴേക്ക് പോകണേ. നിങ്ങൾ മേലേക്ക് ഇനി ഞങ്ങൾക്ക് ഒരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. 7 ദിവസം കഴിഞ്ഞിട്ടേ കളിയുള്ളൂ തോന്നുന്നു. അല്ലാന്നേ നിങ്ങളിപ്പോ ഈ 5 പോയിന്റ് എന്നും പറഞ്ഞ് നിൽക്കണം. നിങ്ങളിപ്പോ എത്ര പോയിന്റിനാണ് ഇങ്ങനെ മേലെ കയറിയിരിക്കണത്? 1 പോയിന്റിന്. ആ 1 പോയിന്റ് എങ്ങനെ കിട്ടിയതാ? ഏത് ഒളിച്ചു വന്നപ്പോ കിട്ടിയത്. ക്രിക്കറ്റ് നിയമല്ലേ? ഞങ്ങള് മേലെ തന്നെയാണ്. ഞങ്ങള് കളിച്ചുകാണ്ട് നേടിയ പോയിന്റ് ആൾ തന്നെയാണ് അതിലുള്ളത്. ഒരാള് വന്ന് പറയണേ ഞങ്ങൾക്ക് എന്താണ് റെസ്റ്റിന്റെ അത്യാവശ്യമുണ്ട്. കാരണം എന്താ, ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു ടീം, ഒരു പ്രതീക്ഷ 1-2 കളിയൊക്കെ തോൽക്കുമ്പോഴേ എല്ലാരും പറഞ്ഞത് എന്താ അറിയോ, വെറുതെ ഒരു ടീം വന്നു. ഞങ്ങൾ ഇന്നലത്തെ കളി ജയിച്ചതോടുകൂടി ഞങ്ങളെ
മൈൻഡ് സെറ്റ് തന്നെ മാറി. ഇനി ഒരു പോരാട്ടാണ്. സൂപ്പർ ഓവറിലല്ല ഇപ്പൊ നിങ്ങൾ ജയിച്ചിട്ടില്ലേ? സൂപ്പർ ഓവറിൽ അല്ലേ? എന്നിട്ടല്ലേ ഇപ്പൊ ഈ വർത്താനോ? മഴ ഇത് കിട്ടിയിട്ടില്ല ഒരു പോയിന്റിന്റെ ഒരേ ഒരു ബലത്തിൽ. ഞങ്ങൾക്ക് 4 പോയിന്റ്, നിങ്ങൾക്ക് 5 പോയിന്റ്. അതിന്റെ ബലത്തിൽ മാത്രമാണ് വ്യത്യാസമുണ്ടേ. അതാണ് മഴ ഇത് കിട്ടിയത്. ഒളിച്ചു വന്നപ്പോ ഇങ്ങനെ ചളിന്ന് പെറുക്കിയതൊന്നല്ല. അത് ക്രിക്കറ്റിന്റെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടി. ഞങ്ങളാണ് ഇപ്പൊ മുന്നിലുള്ളത്. നിങ്ങൾ 10ാം സ്ഥാനത്ത് തന്നെയാണ്. സൂപ്പർ ഓവറിൽ ഇപ്പൊ ഞങ്ങൾ തോറ്റുന്നല്ലാതെ നിങ്ങൾ ഇപ്പൊ ഒരു ആധികാരികമായിട്ട് ജയമൊന്നുമല്ല ഇപ്പൊ.